ഹായ് ഫ്രണ്ട്സ്, ഫാബ്രിക്കേഷൻ ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് PVC ഡോറാണ് കേട്ടോ. അതായത് എംബോസിങ് ഡോർ എന്ന് പറയും. സാധാ ഫൈബർ ഡോറിനെക്കാട്ടിയും കുറച്ചും കൂടി ക്വാളിറ്റി ഉണ്ടാവും. അത് ഇതിൻ്റെ മാറ്റം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പാനലിന് കുറച്ച് ക്വാളിറ്റി കൂടും. അതേപോലെ അതിൻ്റെ പിക്ചർ വരുന്നിടത്ത് കുറച്ച് പ്രൊജക്ഷൻ ഉണ്ടാവും. നമുക്ക് അതിൻ്റെ പാനലിന്മേൽ തൊടുന്ന സമയത്ത് ഒരു നൂല് പ്രൊജക്ഷൻ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ സാധനത്തിൻ്റെ കട്ട്ല വരുന്നത് 4 ഇഞ്ച് വീതിയിലാണ്. അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഇതിൻ്റെ ഒരു ജസ്റ്റ് സെറ്റിങ്ങിനെ കുറിച്ചിട്ടാണ് കേട്ടോ. ഈ കാണുന്നത് ഈ ഡോറിൻ്റെ മെഷർമെൻറ്റാണ്. അതായത് ഈ കാണുന്ന ടോപ്പ് ഭാഗം 29/7/8 അതേപോലെ ബോട്ടം 30.5/8 അര നൂലാണ് വരുന്നത്. അതേപോലെ റൈറ്റ് സൈഡ് വരുന്നത് ഹൈറ്റ് 79/18 ലെഫ്റ്റ് സൈഡ് വരുന്നത് 78/7/8 കേട്ടോ. അപ്പോൾ നമ്മൾ ഈ അളവിലാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. നമ്മൾ മെഷർമെൻ്റ് എടുത്തിരിക്കുന്നത് ഇഞ്ച് കണക്കാക്കിയിട്ടാണ് കേട്ടോ. പല ഭാഗത്തും പല രീതിയിലാണ് മെഷർമെൻ്റ് എടുക്കുന്നത്. ചിലർ സെൻറ്റിമീറ്ററിൽ എടുക്കും, ചിലർ ഇഞ്ചിലെടുക്കും. അപ്പോൾ നമ്മൾ 78/18 എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ, എങ്ങനെ അളവെടുക്കുകയെന്ന്. ഇനി പ്രധാനമായിട്ട് പറയാനുള്ളത് 4 ഇഞ്ച് ഇതിൻ്റെ ഫ്രെയിം വരുന്നുണ്ട്. ഈ 4 ഇഞ്ച് ഫ്രെയിമിൽ ഈ കട്ട് മിഷനിൽ വെച്ചിട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് ഫുള്ളായിട്ട് കട്ടായി പോവില്ല. അത് കാരണം ഒരു എൻഡ് കണ്ടല്ലോ, അത് കട്ടാവാതെ പോവും. പിന്നെ ഒന്നല്ലെങ്കിൽ നമ്മളത് ഫയൽ ചെയ്യേ അല്ലെങ്കിൽ അത് കട്ട് മിഷൻ തിരിച്ച് വെച്ച് കട്ട് ചെയ്യാണ് സാധാരണ ചെയ്യാറ്. അങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ചെറിയൊരു ഭാഗം ജോയിൻ്റ് ഒരു ചെറിയ പ്രശ്നം വരാൻ സാധ്യത കണ്ടോ. കറക്റ്റ് 4 ഇഞ്ചാണ് ഈ ഫ്രെയിം വരുന്നത്. ഇത് കട്ട് മിഷനിൽ തിരിച്ചും മറിച്ചും വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പക്കയായിട്ട് കിട്ടും. പക്ഷേ എന്നിരുന്നാലും നമ്മൾ ഡിഗ്രി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അത് ചിലപ്പോൾ ജോയിൻ്റ് പോകാൻ സാധ്യതയുണ്ട്. ഒറ്റ ഡിഗ്രിയിൽ തന്നെ അത് പെർഫെക്റ്റായിട്ട് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പക്കയായിട്ട് വരും. അപ്പോൾ നമ്മൾ ചെറിയൊരു ടിപ്പ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പലവർക്കും അറിയുന്നുണ്ടാവും. എന്നാലും ഞാൻ പറയാം, നമ്മൾ ആദ്യ സമയത്തൊക്കെ അങ്ങനെയായിരുന്നു കട്ട് ചെയ്തിരുന്നത്. പിന്നെ ഈ സംഭവം കിട്ടിയപ്പോൾ നമ്മൾ ഇങ്ങനത്തിനായിട്ട് കട്ട് ചെയ്യുന്നത് കണ്ടോ. നമ്മൾ ഈ മെഷീനിൽ വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഈ എൻഡ് ഈ ഇങ്ങനെ തള്ളി നിൽക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ചെറിയൊരു കാര്യമുള്ളൂ. ഏതെങ്കിലും ഒരു സെക്ഷൻ 1.5 1.25 ഇപ്പോൾ നമ്മളിവിടെ 20യുടെ ഒരു പീസ് ഇരിക്കുന്നുണ്ട് അലുമിനിയം. ഇതേപോലെ ഒരു പീസ് വെച്ചതിന് ശേഷം അതിൻ്റെ മേലെ ഈ ഫ്രെയിം കയറ്റി വയ്ക്കുക. ഈ ഫ്രെയിം കയറ്റി വെച്ചിട്ട് നമ്മൾ ഇതേപോലെ തന്നെ കട്ട് മെഷീനോട് ചാരിയിട്ട് അടിഭാഗം കണ്ടോ ഫ്രെയിം കറക്റ്റാക്കി വെച്ചതിന് ശേഷം കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റായിട്ട് അത് കട്ടായി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ചെറിയൊരു സെക്ഷൻ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് കണ്ടോ എവിടെയും പോയിട്ടില്ല. കറക്റ്റ് 45 ഡിഗ്രി പക്കയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ലാസ്റ്റ് ഡോറ് സെറ്റ് ചെയ്യുന്ന സമയത്ത് ജോയിൻറ്റിൻ്റെ പ്രശ്നം എവിടെയും വരില്ല. 45 ഡിഗ്രി പക്കയാക്കി വയ്ക്കുക. ഇതേപോലെ 4 മൂല കട്ട് ചെയ്തെടുക്കണമെങ്കിൽ ഇത് പക്കയായിരിക്കും കേട്ടോ. അതേപോലെ ഇതിൽ വെക്കുന്ന ഇഞ്ചസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കനം കൂടിയ ഇഞ്ചസാണ് നമ്മൾ കൊടുക്കുന്നത്. നോർമൽ PVC ഡോറിൽ കുറച്ച് കനം കുറഞ്ഞ ഇഞ്ചസാണ് കൊടുക്കാറ്. ഇത് അതിൻ്റെ ചട്ടാണെങ്കിലും അത് പാനലാണെങ്കിലും കുറച്ച് ക്വാളിറ്റി ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് നല്ല ഐറ്റം ഇഞ്ചസ് തന്നെയാണ് ഇതിൽ കൊടുക്കുന്നത്. അതേപോലെ ഇഞ്ചസ് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ വുഡ് കയറ്റിയിട്ടാണ് കേട്ടോ നമ്മൾ കൊടുക്കാറ്. എന്നാലുള്ളൂ കാലാകാലം ഇത് ഈട് നിൽക്കുള്ളൂ. ഫ്രണ്ട്സ്, പലവർക്കും ഈ PVC ഡോറ് മെഷർമെൻറ്റ് എടുക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു മെഷർമെൻറ്റ് എടുക്കുന്നതും അത് എങ്ങനെയാണോ കട്ട് ചെയ്യുന്നത് അതിന് എങ്ങനെയാണ് ഈ ഡോറിന് ലൂസ് വിടുന്നത് എന്നൊക്കെ വെച്ചിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഇതിൽ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ വലിയ വീഡിയോ ആയിട്ട് മാറും. അതുകൊണ്ട് ഞാൻ അത് ഉൾപ്പെടുത്തുന്നില്ല. ഫ്രണ്ട്സ്, ഈ കാണുന്ന റീപ്പറാണ് ഈ കാണുന്ന ചട്ടത്തിൻ്റെ ഫ്രെയിമിൻ്റെ ഉള്ളിലേക്കും അതേപോലെ കട്ട്ലയുടെ ഉള്ളിലേക്കൊക്കെ ഇടാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. ഈ ഉപയോഗിക്കുന്ന കോർണർ അത് കുറച്ച് ഹെവിയാണ്. അത് ഈ കാണുന്ന ടേപ്പർ സെക്ഷന് മാത്രമായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഈ സാധനം നമ്മൾ 2 വെച്ചിട്ടാണ് ഒരു ഫ്രെയിമിൻ്റെ ഉള്ളിൽ കൊടുക്കുക കേട്ടോ. എന്നാലുള്ളൂ ഈ ജോയിൻറ്റ് നമുക്ക് പക്കയായിട്ട് കിട്ടുക. അല്ലെങ്കിൽ ഒരു ഭാഗം ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതെങ്ങനെ കൊടുക്കുക എന്ന് ഞാൻ കാണിച്ചു തരാം. ഫ്രെയിമിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഇതേപോലെ കൊടുക്കുക.
മറ്റേ ഒരു കോർണർ ഇതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒന്ന് കയറ്റി വെച്ച് കൊടുത്തിട്ട് ഉള്ളിൽ നിന്ന് 2 സ്ക്രൂ കൊടുത്താൽ മാത്രം മതിയാവും. അങ്ങനെ വരുന്ന സമയത്ത് നല്ല കൂട്ടിപ്പിടുത്തമായിരിക്കും ഡോർ തമ്മിൽ. സാധാരണ പലരും ഒരു കോർണർ വെച്ചിട്ടാണ് ചെയ്യാറ്. 2 കോർണർ കൊടുക്കുന്നത് നമുക്ക് ഡോറിന് നല്ല കേട്ടോ. ഇതേ കോർണർ തന്നെയാണ് ഇതിൻ്റെ കട്ട്ലയുടെ ഫ്രെയിമിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഫ്രണ്ട്സ്, ഇതേപോലെയാണ് ഈ എ ഫ്രെയിമിൻ്റെ അകത്തോട്ട് റീപ്പർ കയറ്റിയതിന് ശേഷം നമ്മൾ സ്ക്രൂ ചെയ്യുന്നത്. ഈ കോർണർ സെറ്റ് ചെയ്ത് സ്ക്രൂ ചെയ്തിട്ട് നമ്മൾ ഇഞ്ചസ് വരുന്നിടത്തൊക്കെ ഇതേപോലെയാണ് റീപ്പർ കയറ്റിയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഈ കാണുന്നതാണ് ഇതിൻ്റെ കട്ട്ല വരുന്നത്. നോർമൽ PVC ഡോറിൻ്റെ കട്ട്ലേനെക്കാട്ടിയും കുറച്ചും കൂടി കനവും അതേപോലെ കാണാനൊക്കെ ഒന്നും കൂടി ഭംഗി കൂടുതലാണ് കേട്ടോ ഈ കട്ട്ലേക്ക്. അപ്പോൾ ഇതിൻ്റെ വർക്ക് ഇങ്ങോട്ട് കഴിഞ്ഞാൽ ഈ കട്ട്ലേനെ കാണാൻ പ്രത്യേക ഒരു ഭംഗിയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കട്ട്ലയും അതേപോലെ അതിൻ്റെ ചട്ടവും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമുക്ക് അടുത്തത് വേണ്ടത് ഇതിൻ്റെ പാനലാണ് കേട്ടോ. പാനൽ ഇനി നമ്മൾ കട്ട് ചെയ്യാൻ പോവാണ്. അത് എങ്ങനെ മെഷർമെൻറ്റ് എടുത്തിട്ട് എങ്ങനെയാണ് അത് കട്ട് ചെയ്യണമെന്നാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പാനലിൻ്റെ വീതി വരുന്നത് 22 ഇഞ്ചാണ്. ഈ എംബോസിംഗ് ഡോർ 22 ഇഞ്ച് വരെ വരുള്ളൂ. അത് അങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ എംബോസിങ്ങിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രൊജക്ഷനാണ് കേട്ടോ. അപ്പോൾ ഈ പിക്ചർ ഏകദേശം ഒരു 1.5 നൂല് പ്രൊജക്റ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കും. അതേപോലെ ഈ ഷീറ്റിന് കുറച്ച് ക്വാളിറ്റിയും കൂടുതലാണ്. അതാണ് ഇതിൻ്റെ ഒരു മാറ്റം എന്ന് പറയാനുള്ളത്. നോർമൽ PVC ഡോറും ഇതും തമ്മിലുള്ളൊരു മാറ്റം, വിലയിൽ ഒരു 1000 രൂപയുടെ മാറ്റം ഇതിന് കൂടും. കാണുന്ന സമയത്ത് ഏകദേശമൊക്കെ ഒരേപോലെ ആയിരിക്കും. നമുക്ക് ഇതുമ്മ തൊടുന്ന സമയത്തും അതേപോലെ ഇതിൻ്റെ ക്വാളിറ്റിയിലൊക്കെയാണ് ഈ മാറ്റം അറിയാൻ സാധിക്കുള്ളൂ കേട്ടോ. ഇനി ഇത് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം മേൽവശത്തായിട്ടൊരു വൈറ്റ് ഭാഗം കൂടുതലായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം അത് കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ്. അല്ലെങ്കിൽ നമ്മളത് ചട്ടം കൂട്ടി വരുന്ന സമയത്ത് ചിലപ്പോൾ ഒരു ചെറുതായിട്ട് ആ വൈറ്റ് ടോപ്പിൽ കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം അത് കട്ട് ചെയ്തതിന് ശേഷം അളവെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ടോപ്പ് പീസ് എടുത്തിട്ടുണ്ട്. ടോപ്പ് എടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളളവിലാണ് നമ്മൾ കട്ട് ചെയ്യുക കണ്ടോ. കറക്റ്റ് അതിൻ്റെ ഉള്ളളവിൽ നിന്ന് ടാപ്പ് കുത്തിപ്പിടിച്ചതിന് ശേഷം കറക്റ്റ് അതിൻ്റെ ഉള്ളിട്ടുള്ള അളവെടുത്തതിന് ശേഷം ഏകദേശം ഒരു 2 നൂലിൻ്റെ അടുത്ത്, 2 നൂല് വിട്ടാലും കുഴപ്പമില്ല, 2 നൂലിൻ്റെ അടുത്ത് നമ്മൾ 19.7 കേട്ടോ. അതിലാണ് മാർക്ക് ചെയ്യുന്നത്. കറക്റ്റ് 19.7 മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ബോട്ടം അളവെടുത്തതിന് ശേഷം അത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അളവ് അവിടെ മാർക്ക് ചെയ്തെടുക്കുക. ബോട്ടത്തിൽ വന്നിരിക്കുന്നത് 20.18 വന്നിരിക്കുന്നത്. അപ്പോൾ 20.18 ബോട്ടത്തിൽ കൊടുക്കുക. അപ്പോൾ നമ്മൾ ടോപ്പും ബോട്ടൊക്കെ മാർക്ക് ചെയ്തതിന് ശേഷം ഇതേപോലെ ഇതിൻ്റെ സെക്ഷനോ ഏതെങ്കിലും ഫ്രെയിം വെച്ചിട്ട് നമ്മളൊന്ന് കറക്റ്റായിട്ട് വരഞ്ഞെടുക്കുക. അതിനുശേഷം നമ്മൾ ഈ അളവ് ഒന്നും കൂടി ചെക്ക് ചെയ്യുക കേട്ടോ, ഇത് കറക്റ്റ് തന്നെയാണോ എന്ന്. അല്ലെങ്കിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പണി കിട്ടാൻ സാധ്യതയുണ്ട്. ഇതേ അളവെടുക്കണ തന്നെയാണ് ഹൈറ്റിൽ നമ്മൾ അളവെടുക്കേണ്ടത്. നേരത്തെ ക്രോസിലെടുത്ത് അതേപോലെ അളവെടുക്കുക കേട്ടോ. ഇത് 69.78 നമുക്ക് ലൂസ് വിടുന്നത്. അപ്പോൾ അതേപോലെ ഹൈറ്റിലും നമ്മൾ മാർക്ക് ചെയ്തെടുക്കുക.
അപ്പോൾ നമ്മുടെ പാനലും കാര്യങ്ങളൊക്കെ മെഷർമെൻ്റൊക്കെ എടുത്ത് കട്ട് ചെയ്ത് പക്കയായിട്ടുണ്ട്. ഇനി ഈ എയർ ഫ്രെയിം ഈ പാനലിൻ്റെ ഉള്ളിലോട്ട് കയറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫ്രണ്ട്സ്, നമ്മൾ ഈ എയർ ഫ്രെയിമിൻ്റെ അളവ് നോക്കിയിട്ടാണ് പാനൽ കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ടോപ്പും ബോട്ടും നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം വെക്കാൻ. അപ്പോൾ നമ്മൾ ആദ്യം വെച്ചിരിക്കുന്നത് അതിൻ്റെ ടോപ്പാണ്, രണ്ടാമത് ഇപ്പോൾ ബോട്ടാണ് കേട്ടോ. അപ്പോൾ ആ അളവിലാണ് നമ്മൾ പാനൽ കട്ട് ചെയ്തുകൊണ്ട് ആ അളവ് തന്നെ ബോട്ടത്തിൽ കൊണ്ടുപോയിട്ട് ടോപ്പ് വെക്കരുത്, ടോപ്പിൽ കൊണ്ടുപോയി ബോട്ടം വെക്കരുത്. അപ്പോൾ അത് നോക്കിയിട്ട് സെറ്റ് ചെയ്യാം. നമ്മുടെ ഡോറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് സെറ്റ് ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സൈറ്റിലോട്ട് പോകാം. അപ്പോൾ സൈറ്റിൽ പോയിട്ട് ഇതിൻ്റെ ഫിറ്റിംഗ് കൂടി കാണാം. അപ്പോൾ അത് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നതെന്നും കൂടിയാണ് നമ്മൾ ഇനി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സൈറ്റിൽ പോയിട്ട് കാണാം. അപ്പോൾ നമ്മുടെ കട്ട്ല ജോയിൻ്റ് കൂട്ടിയിട്ട് നമ്മൾ ചുമരിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് എവിടെയാണോ കട്ട്ല വെക്കേണ്ടത് ആ ഭാഗത്ത് വെച്ചതിന് ശേഷം തൂക്കിടുക കേട്ടോ. തൂക്ക് പക്കയായിരിക്കണം, അല്ലെങ്കിൽ ഡോർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മേൽവശം ഒന്നല്ലെങ്കിൽ പോയി തട്ടും, അടിവശം തട്ടില്ല, അല്ലെങ്കിൽ അടിവശം തട്ടും മേൽവശം തട്ടില്ല. അപ്പോൾ തൂക്ക് നിർബന്ധമാണ്. തൂക്ക് നോക്കിയതിന് ശേഷം മാത്രമേ ഡോർ ഫിറ്റ് ചെയ്യാൻ പാടുള്ളൂ. തൂക്ക് പക്കയായിരിക്കണം കേട്ടോ. ഇനി നമ്മൾ ചുമരിലോട്ട് ഈ കട്ട്ല ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട്ലയുമ്പോൾ 4 ഹോളായിട്ട് ഇട്ടിരിക്കുന്നത്. അപ്പോൾ 4 സ്ക്രൂ ആണ് നമ്മൾ ഇതിനു വേണ്ടി കൊടുക്കുന്നത്. ഇത് 3 ഇഞ്ച് സ്ക്രൂ കേട്ടോ. 3 ഇഞ്ച് സ്റ്റാർ സ്ക്രൂ ആണ് നമ്മൾ, വുഡ് സ്ക്രൂ ആണ് കൊടുക്കുന്നത്. നമ്മുടെ ഡോറിൻ്റെ കട്ട്ല സെറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഡോർ ഇതിലോട്ട് ഫിറ്റ് ചെയ്യണ പരിപാടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മേലിൽ നിന്ന് ഒരു 2 നൂല് ഇറക്കിയിട്ട് കറക്റ്റ് ചെയ്തിട്ടുണ്ട് ഫിറ്റ് ചെയ്യുക മാത്രം ചെയ്താൽ മതി. മെഷർമെൻറ്റൊക്കെ നമ്മൾ എടുത്ത് കറക്റ്റ് ലൂസൊക്കെ നമ്മൾ വിട്ടതുകൊണ്ട്
നമ്മൾ ആ ലെവലിൽ വെക്കുമ്പോൾ അത് കണ്ടോ ഇതേപോലെ പക്കയായിരിക്കും. പൂക്കൽ കഴിഞ്ഞാൽ അടുത്ത ഘട്ടം ഇതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ കുറച്ച് പശ ഇടുന്നതാണ് കേട്ടോ, ഭാവിയിൽ തൂങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട്. അതിന് ശേഷമാണ് ഈ കാണുന്ന ലോക്ക് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഇത് പുതുതായിട്ട് ഇറങ്ങിയ ഒരു ന്യൂ മോഡൽ ഫാബ് ലോക്ക് കേട്ടോ. ഉള്ളിൽ ഒരു ടവർ ബോൾട്ട് ടൈപ്പും പുറത്ത് നോർമൽ ബോൾട്ട് ടൈപ്പാണ് വരുന്നത്. കാണാനൊക്കെ നല്ല ഭംഗിയാണ്, അടിപൊളിയാണ് കേട്ടോ. ഇത് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യാന്നും കൂടി ഇതിനോടൊപ്പം നമുക്കൊന്ന് കാണിച്ചു തരാം. ഇത് ഇതിനോടൊപ്പം തന്നെ കിട്ടുന്ന ലോക്ക് പക്കയായിട്ട് ഹോളിടാൻ സഹായിക്കുന്ന ഒരു പേപ്പർ ഇതിനോടൊപ്പം ഉണ്ടാവും. ഇതേപോലെ കറക്റ്റായിട്ട് മടക്കി എടുത്തിട്ട് ഡോറിൻ്റെ പാനലിനൊപ്പം വെച്ചതിന് ശേഷം അത് മാർക്ക് ചെയ്തെടുക്കുക. ഇതിന്മേ 3 ഹോളാണ് വരിക. അപ്പോൾ ആദ്യത്തെ 3 ഹോള് നമ്മൾ 532ൻ്റെ ബിറ്റ് ഇട്ടിട്ടാണ് അടിക്കുന്നത് കേട്ടോ. അത് തുളച്ചിട്ട് നമ്മൾ അപ്പുറത്തേക്ക് എത്തിക്കണം. അങ്ങനെ 3 ഹോള് നമ്മൾ തുളച്ച് അപ്പുറത്തേക്ക് എത്തിച്ചതിന് ശേഷം സെൻറ്ററത്തെ ഹോള് അതിനായിട്ട് നമ്മൾ ഈ ഫാബ് ലോക്ക് വെക്കാനുള്ള ബിറ്റ് ഈ കാണുന്ന ബിറ്റ് ഇത് മേടിച്ചിട്ട് അത് സെൻറ്ററിൽ വേണം അത് ആ തുളയ്ക്കാൻ കേട്ടോ. ഈ കാണുന്ന സ്ക്രൂ ആണ് കേട്ടോ ഈ ലോക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. അത് കമ്പനി ഈ പാക്കറ്റിൻ്റെ ഉള്ളിൽ തന്നെ വരുന്നതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പാക്കറ്റിൻ്റെ ഉള്ളിൽ വരാത്തൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വീതി കൂടിയ ഈ ചട്ടത്തിന് വരുന്ന സമയത്ത് ഒരു ചാട്ടം കൂടുതലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിൽ വെക്കാൻ ഒരു ചെറിയൊരു പാക്കിങ് വരും. അത് നമ്മൾ എവിടെ നിന്നാണ് ഈ ലോക്ക് മേടിച്ചത് അവിടെ നിന്ന് ചോദിച്ച് സെപ്പറേറ്റ് മേടിച്ച് വെക്കണം കേട്ടോ. അത് ഏതാ സാധനം എന്ന് ഞാൻ കാണിച്ചു തരാം. ഈ ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ചെറിയൊരു സംഭവം കേട്ടോ ഈ സൈഡിൽ വെക്കാനുള്ളത്. ഇത് വെച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ലോക്കിൻ്റെ സൈഡിൽ കൂടെ വലിയൊരു ഗ്യാപ്പായിട്ട് അവിടെ അങ്ങനെ കാണും. ഇനി ഇത് സെറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ, ഇത് വെറുതെ അതുമൊരു ചെറിയൊരു ഗാഡി ഉണ്ട്, അതുമേ കയറി നിന്ന് അതങ്ങോട്ട് ചെറുതായിട്ട് ലോക്ക് ആയിക്കോളും. അതങ്ങോട്ട് കയറ്റി വെച്ചിട്ട് സ്ക്രൂ കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഇളകില്ല കേട്ടോ. ആ സംഭവം അവിടെ വെച്ചിട്ടില്ലെങ്കിൽ അത് സൈഡിൽ നോക്കുമ്പോൾ കാണുമ്പോൾ വലിയ വൃത്തികേടാണ്. അപ്പോൾ അതില്ലാതെ ഈ സംഭവം വെക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ ഈ ഫാബ് ലോക്ക് സെറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാട്ടോ. ഇതേപോലെ നമ്മൾ ഈ ഹോളും കാര്യങ്ങളൊക്കെ പക്കയായിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഈ സൈഡിൽ നിന്ന് ഇതേപോലെ സ്ക്രൂ വെച്ചിട്ടാണ് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ അത് നമുക്ക് നോക്കേണ്ട കാര്യമില്ല. വളരെ വൃത്തിയായിട്ട് അങ്ങനെ പതിഞ്ഞ് കിടന്നോളൂ. ഇനി ഈ കാണുന്നത് ഇതിൻ്റെ മേലെ ചെറിയൊരു പേപ്പറിൻ്റെ ഒരു കഷ്ണം കേട്ടോ. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ മുന്നിലായിട്ട് വരുന്ന ചെറിയൊരു ബൗൾ പോലത്തെ സാധനമുണ്ട്. ആ സാധനം നമ്മൾ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് അതുമ്പോൾ ജാമായി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കമ്പനി ഒരു ചെറിയ റിങ് കൊടുക്കുന്നതാണ്. ഇതിൻ്റെ മുന്നേ ഒരു പേപ്പർ കഷ്ണം കൊടുത്തിട്ടുണ്ടായിരുന്നു. ആരും അത് വെക്കാതെ ഫിറ്റ് ചെയ്യുന്നതുകൊണ്ട് ഈ സാധനം ബോൾ തിരിക്കുന്ന സമയത്ത് ഒരു ടൈറ്റ് ഫീൽ ചെയ്യണു. അപ്പോൾ കമ്പനി തന്നെ ചെറിയൊരു പേപ്പറിൻ്റെ പീസ് വരുമ്പോൾ തന്നെ അത് ആകുമ്പോൾ തന്നെ ഒട്ടിച്ച പോലെയാണ് വരുന്നത്. അപ്പോൾ അത് ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ ഈ ബൗള് കറക്റ്റായിട്ടാണ് കയറ്റി വെച്ചിട്ട് ആ ഹോളിലോട്ട് സ്ക്രൂ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ പേപ്പർ വലിച്ചാണ്ട് ഊരിയാൽ മതി. അപ്പോൾ അത് വൃത്തിയായിട്ടാണ് കിട്ടും. ബാത്റൂമിൻ്റെ ഉൾവശത്ത് മാത്രമായിട്ട് നമ്മളൊരു ഹാൻഡിൽ മാത്രമേ കൊടുക്കണുള്ളൂ, പുറം വശത്ത് കൊടുക്കണില്ല. പുറം വശത്ത് നമുക്ക് ആ ബൗൾ ഉപയോഗിച്ച് വലിച്ച് തുറക്കുക അടയ്ക്കുകയൊക്കെ ചെയ്യാം, അത് മതി. അപ്പോൾ അത് പുറത്തും ഹാൻഡിൽ വരുന്ന സമയത്ത് കാണുമ്പോൾ ഒരു ബോറായിട്ട് തോന്നുന്നതുകൊണ്ടാണ് പുറത്ത് കൊടുക്കാത്തത് കേട്ടോ. പിന്നെ നമ്മുടെ പർപ്പസ് ലോക്കിൻ്റെ പർപ്പസ് ഉള്ളുന്നൊരു ടവർ ബോൾട്ട് ടൈപ്പ് ആയതുകൊണ്ട് വളരെ വൃത്തിയാണ്. പിന്നെ അതിൽ വേറെ സംഭവങ്ങളൊന്നും ടവർ ബോൾട്ടൊന്നും സെപ്പറേറ്റിങ് വെക്കേണ്ടതില്ല.
ഇപ്പോൾ നമ്മൾ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ലോക്കിൻ്റെ കള്ളം കയറാനുള്ള ഒരു ഫൈബറിൻ്റെ ക്ലിപ്പ് തന്നെയാണ്. അപ്പോൾ ഇതിലോട്ടാണ് ഇത് കറക്റ്റ് അളവ് നോക്കിയിട്ട് വേണം, നമ്മൾ കട്ട്ലയിലാണ് ഇത് സെറ്റ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് ഉള്ളിൽ നിന്ന് ഇടുന്ന സമയത്ത് ഇതേപോലെ ഒരു ടവർ ബോൾട്ട് ടൈപ്പാണ് വരുന്നത് കണ്ടോ. ഇതേപോലെ ഒരു സിസ്റ്റാണ് വരുന്നത്. പക്ഷേ ഇത് ഉള്ളിൽ നിന്ന് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ പുറത്തുനിന്ന് തുറക്കാൻ പറ്റില്ല, അതേപോലെ പുറത്തുനിന്ന് ഇട്ട് കഴിഞ്ഞാൽ ഉള്ളിൽ നിന്ന് തുറക്കാൻ പറ്റില്ല. അതേപോലെ ഒരു സിസ്റ്റാണ് ഈ ലോക്കിൽ ഇവർ പുതുതായിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഡോറിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി നിങ്ങൾക്ക് വേണ്ടിയിട്ട് അളവെടുക്കാൻ അറിയാത്തവർക്ക്, മെഷർമെൻറ്റ് എടുക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഒരു ഡോറിൻ്റെ പക്കയായിട്ട് അളവെടുക്കുന്നത്, അത് എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിൻ്റെ ലൂസ് വിടുന്നതെന്നൊക്കെ വെച്ചിട്ട് ഒരു വീഡിയോ അടുത്തായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുവരെ നമ്മളെ വീഡിയോ വാച്ച് ചെയ്തവർക്ക് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്.